മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗത്തിലെ ചതിപ്രയോഗ പരാമർശം ആയുധമാക്കി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഹിന്ദു ദിനപത്രത്തിലെ വിവാദ അഭിമുഖം ചൂണ്ടിക്കാണിച്ച് മുഖ്യമന്ത്രി മലപ്പുറത്തെ അപമാനിച്ചുവെന്ന വിമർശനം. പോരാട്ടം UDF-ഉം LDF-ഉം തമ്മിലാണെന്ന് KC വേണുഗോപാൽ പറയുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെ കടന്നാക്രമിച്ചായിരുന്നു KC വേണുഗോപാലിന്റെ പ്രസംഗം. ഹിന്ദു ദിനപത്രത്തിലെ വിവാദ അഭിമുഖത്തിലൂടെ മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയെ അപമാനിച്ചെന്ന് KC വേണുഗോപാൽ കുറ്റപ്പെടുത്തി. ഹിന്ദു പത്രത്തിൽ നടത്തിയ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത് 150 കിലോ സ്വർണവും 123 കോടി രൂപയും മലപ്പുറം ജില്ലയിൽ നിന്നും മാത്രം പിടിച്ചെടുത്തു. ആ പണം തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള പണമാണ് എന്ന് ഈ ജില്ലയ്ക്ക് എതിരെ ഏറ്റവും വലിയ ചതിപ്രയോഗം നടത്തിയ സാക്ഷാൽ പിണറായി വിജയൻ മലപ്പുറത്ത് വന്ന് ചതിയെക്കുറിച്ച് പറയുന്നത്. പൂരം കലക്കി BJPക്ക് അക്കൗണ്ട് തുറന്നു കൊടുത്തത് പിണറായി വിജയനെന്നും വിമർശനം. UDF-ഉം LDF-ഉം തമ്മിലുള്ള രാഷ്ട്രീയ മത്സരം വഴിതിരിച്ചുവിടാൻ ആര് ശ്രമിച്ചിട്ടും കാര്യമില്ല എന്നും PV അൻവറിന്റെ പേരെടുത്ത് പറയാതെ വിമർശനം. ഈ തെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയ പോരാട്ടമാണ്, സംശയം വേണ്ട. കഴിഞ്ഞ 9 വർഷക്കാലമായി കേരളത്തെ ഭരിച്ചു മുടിച്ച് തകർത്ത് പാവപ്പെട്ടവനെ നിരാധാരമാക്കുന്ന ഈ സർക്കാരിനെതിരായിട്ടുള്ള കാഹളം മുഴക്കേണ്ട തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. നിലമ്പൂരിൽ മാത്രമല്ല, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100 സീറ്റ് നേടി UDF അധികാരത്തിൽ വരുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. 2026-ൽ 100-ലധികം സീറ്റോടുകൂടി ഐക്യ ജനാധിപത്യ മുന്നണി കൊടുങ്കാറ്റ് പോലെ അധികാരത്തിലേക്ക് തിരിച്ചു വരും. പാലക്കാട് കപ്പടിച്ചതുപോലെ നിലമ്പൂരിലും UDF ജയിക്കുമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. BJP ജയിക്കുന്നാ പറഞ്ഞത്. എവിടെ? പാലക്കാട്. റിസൾട്ട് വന്നപ്പോൾ എന്താ ഉണ്ടായത് ഞാൻ പറയണ്ടല്ലോ. അതും കൊണ്ട് കപ്പടിച്ച് ഞങ്ങൾ പോന്നു, അതേമാതിരി പോവും, ഒരു സംശയവും വേണ്ട. എല്ലാവരും ഒരുങ്ങിക്കോളി റിസൾട്ടിന്. UDF വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് 24.